എന്താണ് സംസാരിക്കേണ്ടത്? എവിടേക്കാണ് പോകാൻ താൽപ്പര്യം? കൊല്ലം ജില്ലയിലേക്കൊരു യാത്ര. അത് കൊള്ളാമല്ലോ. കൊല്ലം പ്രകൃതിരമണീയമായ ഒട്ടേറെ സ്ഥലങ്ങളുള്ള ഒരു ജില്ലയാണ്. ജടായുപാറയും പാലരുവി വെള്ളച്ചാട്ടവും പ്രധാന ആകർഷണങ്ങളാണ്. ചരിത്രപരമായ സ്മാരകങ്ങളെക്കുറിച്ച് അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തങ്കശ്ശേരി കോട്ടയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. കുന്നുകളും തോടുകളും അരുവികളുമുള്ള ഒട്ടേറെ സ്ഥലങ്ങളും അവിടെ. തങ്കശ്ശേരി കോട്ടയ്ക്ക് വലിയ ചരിത്രമുണ്ട്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കോട്ടയാണിത്. പണ്ട് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു കൊല്ലം. തങ്കശ്ശേരി കോട്ടയും അവിടുത്തെ ലൈറ്റ് ഹൌസും സന്ദർശകരെ ആകർഷിക്കുന്ന സ്ഥലങ്ങളാണ്. കടൽത്തീരത്തുള്ള ഈ കോട്ടയിൽ നിന്ന് നല്ല കാഴ്ചകളു കാണാം. കൂടുതൽ അറിയാൻ താൽപ്പര്യമുണ്ടോ? കൊല്ലം ജില്ലയിലെ മറ്റു പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൺട്രോ തുരുത്ത് കായലും തോടുകളും നിറഞ്ഞൊരു പ്രദേശമാണ്. കായൽ സവാരിക്കും പ്രകൃതിയെ ആസ്വദിക്കാനും പറ്റിയ സ്ഥലമാണിത്. തെന്മല ഈക്കോ ടൂറിസം കേന്ദ്രവും പ്രശസ്തമാണ്. ട്രെക്കിങ്ങിനും വന്യജീവികളെ കാണാനും ധാരാളം ആളുകൾ അവിടേക്കെത്തുന്നു. ചവറയിലെ കടൽത്തീരങ്ങളും മനോഹരമാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണോ? അതോ മറ്റെന്തെങ്കിലുമാണോ മനസ്സിൽ? കൊല്ലത്തെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ ഇനിയുമുണ്ട്. സാമ്പ്രാണിക്കൊടി ദ്വീപ് ശാന്തമായ ഒരു പ്രദേശമാണ്. അവിടെ ബോട്ടിംഗും പ്രകൃതി ആസ്വാദനത്തിനും മികച്ച സാധ്യതകളുണ്ട്. പിന്നെ അഷ്ടമുടി കായലിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഹൗസ് ബോട്ടിലെ യാത്രയും അവിടത്തെ പരമ്പരാഗത ഭക്ഷണവും സഞ്ചാരികൾക്ക് ഒരു പുതിയ അനുഭവമായിരിക്കും. കൊല്ലത്തെക്കുറിച്ച് ഇത്രയും അറിഞ്ഞതിൽ സന്തോഷം തോന്നുന്നുണ്ടോ? തീർച്ചയായും. പരവൂരും പുഴിക്കരയും കൊല്ലത്തെ മനോഹരമായ പ്രദേശങ്ങളാണ്. പരവൂർ സ്വരൂർ കായൽ അറബിക്കടലുമായി ചേരുന്ന പൊഴിമുഖം ഒരു പ്രധാന ആകർഷണമാണ്. അവിടെയുള്ള കടൽത്തീരവും ശാന്തമായ പ്രകൃതിയും സഞ്ചാരികൾക്ക് ഉന്മേഷം നൽകും. പുഴിക്കരയും ഇതുപോലെ തന്നെ മനോഹരമായൊരു സ്ഥലമാണ്. ഈ പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണോ? എന്താണ് താൽപ്പര്യം? കൊല്ലം ജില്ലയിലെ മറ്റു ചില പ്രധാന സ്ഥലങ്ങൾ കുന്നത്തൂരും കരുനാഗപ്പള്ളിയുമാണ്. കുന്നത്തൂരിൽ പുരാതനമായ ക്ഷേത്രങ്ങളും പ്രകൃതിരമണീയമായ പ്രദേശങ്ങളുമുണ്ട്. കരുനാഗപ്പള്ളി ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? കൊല്ലം യാത്രയെക്കുറിച്ച് ഇത്രയും വിവരങ്ങൾ അറിഞ്ഞല്ലോ. ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണോ അതോ യാത്രയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് സംസാരിക്കാമോ? യാത്രയുടെ മറ്റു വശങ്ങളിൽ താമസ സൗകര്യങ്ങൾ, ഭക്ഷണം, യാത്രയ്ക്കുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കാം. കൊല്ലത്ത് പലതരം താമസ സൗകര്യങ്ങളുണ്ട്. ബഡ്ജറ്റ് ഹോട്ടലുകൾ മുതൽ ആഡംബര റിസോർട്ടുകൾ വരെ. അതുപോലെ കൊല്ലത്തെ തനതു വിഭവങ്ങൾ ആസ്വദിക്കാനും സാധിക്കും. എന്തിനെക്കുറിച്ചാണ് കൂടുതൽ അറിയാൻ താൽപ്പര്യം? കൊല്ലം ഭക്ഷണപ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒട്ടേറെ വിഭവങ്ങളുണ്ട്. കായൽ വിഭവങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഫ്രഷ് മീൻ കൊണ്ടുള്ള കറികളും ഫ്രൈയും വളരെ സ്വാദിഷ്ടമാണ്. കൂടാതെ കപ്പയും മീൻകറിയും പുട്ടും കടലയും അപ്പം വിഭവങ്ങളും പരമ്പരാഗതമായ വിഭവങ്ങളാണ്. എന്തെങ്കിലും പ്രത്യേക വിഭവം പരീക്ഷിക്കാൻ താൽപ്പര്യമുണ്ടോ?
പുട്ടും കടലയും കൊല്ലത്തെങ്ങും പ്രഭാതഭക്ഷണമായി ആളുകൾ കഴിക്കുന്ന ഒരു വിഭവമാണ്. പലതരം പുട്ടുകൾ ലഭ്യമാണ്. അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, റാഗിപ്പുട്ട് എന്നിങ്ങനെ. കടലക്കറിയും പുട്ടിനൊപ്പം ഒരു മികച്ച കോമ്പിനേഷനാണ്. യാത്രികൻ തീർച്ചയായും പരീക്ഷിച്ചു നോക്കേണ്ട ഒന്നാണിത്. മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ അറിയാനുണ്ടോ? കൊല്ലത്ത് ട്രെക്കിങ്ങിനും മല കയറാനും മികച്ച അവസരങ്ങളുണ്ട്. തെന്മലയിലെ ഈക്കോ ടൂറിസം കേന്ദ്രത്തോട് ചേർന്നുള്ള മലകൾ ട്രെക്കിംഗ് റൂട്ടുകൾക്ക് പേരുകേട്ടതാണ്. വനത്തിലൂടെയുള്ള യാത്രയും അവിടുത്തെ തണുത്ത കാലാവസ്ഥയും സഞ്ചാരികൾക്ക് നവോന്മേഷം നൽകും. പാരരുവി വെള്ളച്ചാട്ടം പ്രകൃതിയുടെ ഒരു വരദാനമാണ്. മലകളിൽ നിന്നുത്ഭവിക്കുന്ന ഈ വെള്ളച്ചാട്ടം കണ്ണിനും മനസ്സിനും കുളിർമയേകും. കൂടാതെ അഗസ്ത്യകൂടം പോലുള്ള മലനിരകളും കൊല്ലം ജില്ലയിലുണ്ട്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണോ? കൊല്ലം യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണെന്ന് കരുതുന്നു. യാത്രയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? എന്തെങ്കിലും പ്രത്യേക സഹായം ആവശ്യമുണ്ടോ? കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ച് തെന്മല ഈക്കോ ടൂറിസം പ്രദേശത്തോട് ചേർന്നുള്ള മലയോരങ്ങളിലും ഹോം സ്റ്റേ സൗകര്യങ്ങൾ ലഭ്യമാണ്. പ്രകൃതിയോട് ചേർന്ന് താമസിക്കാനും തനത് ഭക്ഷണവും ഗ്രാമീണ ജീവിതാനുഭവങ്ങളും ആസ്വദിക്കാനും ഹോം സ്റ്റേകൾ മികച്ച ഓപ്ഷനാണ്. യാത്രയ്ക്ക് മുമ്പ് താമസ സൗകര്യങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? മൺട്രോ തുരുത്ത് കൊല്ലത്തെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. അഷ്ടമുടി കായലിനും കല്ലടയാറിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ തുരുത്ത് കായൽ സൗന്ദര്യത്തിനും കനത്ത മരച്ചീനി കൃഷിക്കും പ്രസിദ്ധമാണ്. മൺട്രോ തുരുത്തിലെ കായലുടെയുള്ള ബോട്ട് സവാരി കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളെയും കാണാൻ പറ്റിയ അവസരമൊരുക്കും. ഗ്രാമീണതയുടെ തനിമ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. എന്തുണ്ട് കൂടുതൽ അറിയാൻ? തിരുമുല്ലാവാരം കൊല്ലത്തെ പ്രശസ്തമായ ഒരു കടൽത്തീരമാണ്. ശാന്തമായ കടലും മനോഹരമായ കാഴ്ചകളുമുള്ളതിനാൽ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണിത്. എല്ലാ വർഷവും കർക്കിടകവാവ് സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണത്തിനായി ഇവിടെ എത്തുന്നു. കടൽത്തീരത്തെ ശാന്തമായ അന്തരീക്ഷം മനസ്സിന് ആശ്വാസം നൽകും. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ? കരുനാഗപ്പള്ളിയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. അവിടെയുള്ള ചില പ്രധാന സ്ഥലങ്ങൾ കൃഷ്ണപുരം കൊട്ടാരവും ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രവുമാണ്. കൃഷ്ണപുരം കൊട്ടാരം കേരളീയ ശൈലിയിലുള്ള ഒരു വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം മതസൗഹാർദ്ദത്തിനും പ്രസിദ്ധമാണ്. കൂടാതെ കരുനാഗപ്പള്ളിക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളും പ്രകൃതിരമണീയമാണ്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? കൊല്ലം യാത്രയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഏകദേശം ആയോ? യാത്രയ്ക്ക് മറ്റെന്തെങ്കിലും തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ടോ? കൊല്ലത്ത് ബോട്ട് സവാരിക്ക് മികച്ച സൗകര്യങ്ങളുണ്ട്. അഷ്ടമുടി കായലിലെ ബോട്ട് സവാരിയാണ് ഏറ്റവും പ്രശസ്തം. കായലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് മൺട്രോ തുരുത്ത് പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം. കൂടാതെ പെരിയാർ നദിയിലും ബോട്ട് സവാരിക്ക് അവസരമുണ്ട്. പലതരം ബോട്ടുകൾ ലഭ്യമാണ്. സ്പീഡ് ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ എന്നിങ്ങനെ. എന്തുതരം ബോട്ട് സവാരിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ താൽപ്പര്യപ്പെടുന്നത്? ഹൗസ് ബോട്ട് സവാരി കൊല്ലം യാത്രയിലെ ഒരു മികച്ച അനുഭവമായിരിക്കും. കായലിന്റെ ശാന്തതയും ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ പറ്റിയ മാർഗമാണിത്. പലതരം ഹൗസ് ബോട്ടുകൾ ലഭ്യമാണ്. ഭക്ഷണത്തോടു കൂടിയുള്ള പാക്കേജുകളും തിരഞ്ഞെടുക്കാം. യാത്രയ്ക്ക് മുമ്പ് ബുക്കിംഗ് ഉറപ്പുവരുത്തുന്നത് നല്ലതാണ്. മറ്റെന്തെങ്കിലും അറിയാനുണ്ടോ?
കൊല്ലത്തെ ഭക്ഷണരീതികൾ വളരെ വൈവിധ്യമാർന്നതാണ്. പരമ്പരാഗതമായ ഊണും വിവിധതരം കറികളും പ്രിയപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ മീൻ വിഭവങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ ജീവിതരീതി പൊതുവെ ശാന്തവും പ്രകൃതിയോട് ചേർന്നതുമാണ്. കാർഷിക വൃത്തിയും മത്സ്യബന്ധനവുമാണ് പലരുടെയും പ്രധാന ജീവിതമാർഗങ്ങൾ. കൊല്ലത്തെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടോ? അതെ, കൊല്ലം അണ്ടിപ്പരിപ്പ് ബിസിനസ്സിന് വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അണ്ടിപ്പരിപ്പ് സംസ്കരണ കേന്ദ്രങ്ങൾ ഉള്ളത് കൊല്ലത്താണ്. ഇത് കൊണത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ സംഭാവന നൽകുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാനുണ്ടോ? കൊല്ലത്തിന്റെ സാമ്പത്തിക രംഗത്ത് കശുവണ്ടിക്ക് വലിയ പങ്കുണ്ട്. ധാരാളം അണ്ടിപ്പരിപ്പ് ഫാക്ടറികളും അതുമായി ബന്ധപ്പെട്ട ജോലികളും കൊല്ലത്ത് ലഭ്യമാണ്. വിദേശത്തേക്കും വലിയ തോതിൽ കശുവണ്ടി കയറ്റുമതി നടക്കുന്നു. ഇത് പ്രദേശത്തിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നു. കശുവണ്ടി ബിസിനസ്സിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? കൊല്ലത്തെ കശുവണ്ടി വ്യവസായം വളരെ വലുതാണ്. കശുവണ്ടി പ്രധാനമായും കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്നു. കൊല്ലത്തെ ഫാക്ടറികളിൽ വച്ചാണ് ഇത് സംസ്കരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ശ്രദ്ധാപൂർവം വേർതിരിച്ച് ഉണക്കി ഗുണനിലവാരം പരിശോധിച്ച് പാക്ക് ചെയ്യുന്നു. നല്ല കശുവണ്ടിക്ക് പ്രത്യേക നിറവും സ്വാദുമുണ്ടായിരിക്കും. ഗുണനിലവാരം അനുസരിച്ചാണ് വിലയും നിശ്ചയിക്കുന്നത്. കശുവണ്ടി ബിസിനസ്സിലെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടോ? അതെ, കശുവണ്ടിയിൽ പലതരം ഗ്രേഡുകളുണ്ട്. ഇത് അണ്ടിപ്പരിപ്പിന്റെ വലുപ്പം, നിറം, പൊട്ടാത്ത കഷണങ്ങളുടെ എണ്ണം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഡബ്ല്യു വൈറ്റ്, എസ് സ്കോർച്ച്ഡ്, LW ലൈറ്റ് വൈറ്റ് എന്നിങ്ങനെ പല ഗ്രേഡുകളുണ്ട്. നല്ല കശുവണ്ടിക്ക് വെളുത്ത നാവും പൂർണ്ണമായ രൂപവുമായിരിക്കും. പാക്കിംഗ് സമയത്ത് ഈ ഗ്രേഡുകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കശുവണ്ടി ഗ്രേഡുകളെക്കുറിച്ച് കൂടുതൽ കൊല്ല